അപ്പോൾ രാവിലെ തന്നെ ആദു എണീറ്റ് വന്നപ്പോഴേക്കും അപ്പാപ്പയും അമ്മാമ്മയും പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പാപ്പയുടെ അമ്മാമ്മയുടെ കൂടെ അവിടെ നിന്ന് കളിയായിരുന്നു. അമ്മാമ്മ അവിടെ തന്നെ അമ്മാമ്മ സ്റ്റെപ്പിൽ തന്നെ ഇരിക്കണമായിരുന്നു. അപ്പാപ്പയുടെ കൂടെ ആയിരുന്നു കളിയൊക്കെ ഫുള്ള്. ബാറ്റും ബോളും കളിക്കണതാണ് ഇപ്പോൾ അയാളുടെ മെയിൻ പരിപാടി. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഡേ 3 ആയിട്ടുണ്ട്. ഞാനപ്പോൾ ചലഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 3 ദിവസമായി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാൻ ആരെ നിർബന്ധിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, എന്താണ് ഇഷ്ടപ്പെടാഞ്ഞെന്നുള്ളത് ഒന്ന് കമൻറ്റും ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ വേഗം പിന്നെ അകത്തോട്ട് കയറിപ്പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിൽ അമ്മൂസ് വന്നായിരുന്നു. ഇതിന് മുന്നത്തെ വീഡിയോയിൽ അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മൂസിൻ്റെ വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ ഇതാണ് അമ്മൂസ് വന്നായിരുന്നു. ഇത് അമ്മൂസിൻ്റെ അപ്പാപ്പയാണ്, ദാസപ്പാപ്പ. അതും ദാസപ്പാപ്പ എന്ന് തന്നെയാണ് എന്താണ് അങ്കിളിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ പപ്പ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ പപ്പ പിന്നെ ആ സമയത്ത് ഇറങ്ങി ടാറ്റ ബബ്ബയൊക്കെ പറഞ്ഞ് പപ്പ പോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇന്ന് ആദ്യം തന്നെത്താനെ എന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ തന്നെത്താനെ കഴിക്കുമ്പോൾ ഇന്ന് ഇടിയപ്പവും തേങ്ങാപ്പാലും ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അവൻ തന്നെത്താനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം അലങ്കോലം ആകുമല്ലോ, അവിടെ ഇവിടെ മൊത്തം അലങ്കോലം ആകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മോൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ തിന്നാൽ മതി തന്നെത്താനേക്ക്, ഇപ്പം അമ്മ വാരിത്തരാം എന്നും പറഞ്ഞിട്ട് ഞാൻ തന്നെ പ്ലേറ്റ് വാരി കൊടുത്തു. അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. ഞാൻ പിന്നെ ഫുള്ള് അവിടെ അടിക്കാനും തുടക്കാനും നിൽക്കണം. എന്നുവെച്ചാൽ അവൻ്റെ ഡ്രസ്സും ഫുള്ളും ആകെ മൊത്തം വെറുതെ മെനകേടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ചെന്നിട്ട് ഞാൻ തന്നെ വാരി കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇനി അംഗനവാടിയിലൊക്കെ പോയി തുടങ്ങുമ്പോഴേക്കും തന്നെ കഴിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് കഴിക്കും കേട്ടോ. ഇടയ്ക്ക് ഇയാൾ ചോറൊക്കെ ഇടയ്ക്ക് തന്നെയൊക്കെ കഴിക്കും. ചില സമയത്ത് ചില ഫുഡൊക്കെ ഇയാൾ തന്നെ കഴിക്കും. അപ്പോൾ വീഡിയോ ആരും എടുക്കുന്നത്? വീഡിയോ വേറെ ആരും എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അമ്മയാണ് വീഡിയോ എടുക്കുന്നതെന്ന്. അതെ തന്നെ, അമ്മയായിരുന്നു വീഡിയോ എടുത്തത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് മീനിന് കൂരി വാങ്ങിച്ചു. അപ്പോൾ കൂരി വാങ്ങിച്ചപ്പോൾ കൂരി വെട്ടി തേച്ച് തന്നെയാണ് അവിടെ തന്നത് മീൻകാരൻ. അതിൻ്റെ കൂടെ ചെമ്മിനും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ കൂരിയുടെ ഇത് കുറച്ച് അലങ്കാര പണികളും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണ നേരത്തിന് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിച്ചത് ഇടിയപ്പവും പിന്നെ തലേ ദിവസത്തെ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു, അതും കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. അപ്പോഴത്തേന് നമ്മുടെ മീനിൻ്റെ കൂരിയുടെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മ ചെമ്മീൻ കിള്ളാൻ തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്തു, കൂരിക്കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇടാനും അതിൻ്റെ ബാക്കിയുള്ള പരിപാടിയൊക്കെ പോയി കൂരിക്കറിയുടെ. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, സെബിൽ അരപ്പ് റെഡിയാക്കിക്കോ. അപ്പോൾ കൂരി എന്തായാലും അമ്മ ഇനിയിപ്പോൾ തേച്ചൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്, ഇനി അത് വെട്ടി കഷ്ണം ആക്കിയാൽ മാത്രം മതി. അപ്പോൾ അമ്മ ആ സമയത്തിന് ചെമ്മീൻ ഉണ്ടായിരുന്നല്ലോ, ചെമ്മീനും കൂടി കിള്ളി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങ ചേണ്ടാനായിട്ട് തേങ്ങ എടുത്തു. തേങ്ങയാണെങ്കിൽ ഒരു പുറഞ്ചം ആയിട്ടൊക്കെ ഇരിക്കണ്ടായിരുന്നു കഷ്ണങ്ങൾ. അപ്പോൾ അത് ചിരണ്ടി എടുക്കാനായിട്ട് ഒരു ഇച്ചിരി പാടായിരുന്നു. പിന്നെ തേങ്ങ ചേണ്ടാനിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചാരി നിൽക്കണ പോലത്തെ ചിരവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തന്നെ നിന്നങ്ങാട് ചിരണ്ടിയാൽ മതിയല്ലോ. അപ്പോൾ അമ്മ അതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപ്പിട്ടാണല്ലോ മീൻ തേക്കുന്നത്. അപ്പം മീൻ തേക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപ്പെടുത്ത് അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ തേങ്ങ ചിരണ്ടിയിട്ട് വേണം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അതിനുള്ള ഉള്ളി പൊളിക്കാനും ഇഞ്ചിയും പച്ചമുളകും അങ്ങനത്തെ സാധനങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ അതും അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത്. ടി വി കാണാൻ വേണ്ടി ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ അടുക്കളയിലോട്ട് പോകുന്നത്. അവൻ അവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ടി വിയും കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ തേങ്ങ ചേണ്ടാനായിട്ട് ഇതേ കണ്ടില്ലേ, തേങ്ങയുടെ കഷ്ണം കണ്ടില്ലേ, ഒരെണ്ണം ഭയങ്കര കുഞ്ഞു കഷ്ണം, ഒരെണ്ണം നല്ല വലിയ കഷ്ണം. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നതല്ല. എൻ്റെ പൊന്നാര കൊച്ചി എന്ത് ചെയ്തതാണ്, തേങ്ങ എടുത്തിട്ട് നേരെ ഹോളിലോട്ട് വന്ന ഒറ്റ ഏറ്, ടൈല് പൊട്ടാഞ്ഞത് എന്തോ മഹാഭാഗ്യം. തേങ്ങ 2 പീസായി. അപ്പോൾ ഇങ്ങനെ പിളർന്ന്, പക്ഷെ അത് വിട്ടു പോകുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കഷ്ണമായിട്ടിരിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞു കഷ്ണം ആയതുകൊണ്ട് ചിരണ്ടാൻ ഭയങ്കര പാടാണ്. കയ്യിൽ പിടുത്തം കിട്ടണില്ല, പിടിക്കാനായിട്ടുള്ള അത്ര ഒരു ഇതില്ല. പിന്നെ ഞാൻ നോക്കിയോ ടൈലൊക്കെ വല്ല കുഴപ്പമുണ്ടോയെന്നൊക്കെ നോക്കി, പക്ഷേ ടൈലൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തേങ്ങ ചിരണ്ടി കഴിഞ്ഞിട്ട് ഞാൻ മുളകൊടിയും മല്ലിപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല, മുളകൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് അരച്ചെടുക്കണം. അപ്പം ഞങ്ങൾ ഇവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടാറുള്ളൂ. ഈ കറി വെക്കുന്ന സ്ഥലത്ത് വേറെ എവിടെയെങ്കിലും വേറെ വല്ല പൊടികൾ ഇടുമോ എന്ന് എനിക്കറിയില്ല. തിളപ്പിക്കാൻ നേരത്ത് ഇടാറുണ്ട് ചില ആൾക്കാർ, മല്ലിപ്പൊടിയൊക്കെ ഇടാറുണ്ട്.
കറി വെക്കുമ്പോൾ എല്ലാ സ്ഥലത്തും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ തന്നെ ഇടാറുള്ളൂ. അപ്പോൾ ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടി ഇടും. കാരണം അധികം കൂടെ എരിവ് വേണ്ട. എന്നാൽ ഇവിടെ നല്ല കളർ വേണം. അപ്പോൾ അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ട് അരച്ചെടുത്തു. അപ്പോൾ അമ്മ ഏത് മിക്സി വെക്കണമെന്നുള്ളത് പറഞ്ഞായിരുന്നു. നമ്മൾ ഈ പഴയ മിക്സിയാണല്ലോ വെച്ചേക്കുന്നത്. ഞാൻ പുതിയ മിക്സിയാണ് എടുത്ത് വെച്ചത്. അപ്പോൾ പഴയ മിക്സിയിലെല്ലാം അരക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ മിക്സിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ അത് മാറ്റി വെച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് പഴയ മിക്സി എടുത്ത് അരച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു, അത് പഴയതായതുകൊണ്ട് ഇത് കേടായതുകൊണ്ടല്ലേ മറ്റേതിൻ്റെ അടുത്ത് അടിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ. ഇപ്പം ഇത് നന്നാക്കിയല്ലോ, സുജി നന്നാക്കി എടുത്തു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ നന്നാക്കാനുള്ള ആൾ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് പുറത്ത് പോകേണ്ടി വരില്ല. അത്രയും സുജിക്കൊട്ടും പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ മാത്രമേ പുറത്ത് പോകേണ്ടുള്ളൂ. അല്ലാത്ത എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും നന്നാക്കണതും ശരിയാക്കണതൊക്കെ എല്ലാം ഞങ്ങളുടെ സ്വന്തം മെക്കാനിക്ക് സുജി തന്നെയാണ്. അപ്പോൾ ഞാനപ്പോൾ അരച്ചൊരു വിധം എടുത്തു. അപ്പം അമ്മ ആ നേരത്തിന് ഇതിന് വേണ്ടിയിട്ടുള്ള ചട്ടിയൊക്കെ കഴുകി പുളിയൊക്കെ എല്ലാം റെഡിയാക്കി മറ്റേ കുടംപുളി അതൊക്കെ എല്ലാം എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുടംപുളി ആണെങ്കിൽ തീരാറായി. അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ കുടംപുളിയൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ കുടംപുളിയൊക്കെ എല്ലാം ചട്ടിയിലോട്ട് ഇട്ട് ഓൾറെഡി കഴുകിയൊക്കെ വെച്ചേക്കണം ചട്ടി. അപ്പോൾ അതിനകത്തോട്ട് ഇനി അരപ്പൊക്കെ കൂടി ഇട്ടാൽ മതി. അപ്പോൾ അരപ്പ് ഞാൻ നല്ലോണം അരച്ചത് കഴുകി മിക്സിയൊക്കെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരപ്പും വെള്ളവും കൂടി ചട്ടിയിലോട്ട് ഇട്ടു. അപ്പോൾ അമ്മ അപ്പുറത്തുനിന്ന് മീൻ കഴുകി അതും ഇട്ടു ചട്ടിയിലോട്ട്. ഒരാൾ ഇവിടുന്ന് ചട്ടിയിലോട്ട് ഇടുന്നു, അടുത്ത ആൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടുന്നു, അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം കൂടി ആകുമ്പോൾ വേഗം പരിപാടി കഴിയുമല്ലോ രണ്ടുപേരും കൂടെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ അരപ്പൊക്കെ എല്ലാം വിട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചതച്ച് വെച്ചതും കൂടെ ഈ അരപ്പ് അരച്ച് കഴിയുമ്പോഴേക്കും അതും കൂടെ ചതച്ച് വെക്കും ആ മിക്സിയിൽ തന്നെ. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ചട്ടിക്കകത്തോട്ട് തന്നെ ഇട്ടു. കണ്ടില്ലേ ഈ ചതച്ച് വെച്ച ചാണ്ടില്ലേ, ഇങ്ങനെയാണ് ഞങ്ങൾ ഉള്ളി. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഉള്ളി അരിഞ്ഞൊക്കെ ഇടാം, അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. ചതച്ചിടുമ്പോൾ നമുക്ക് കാണില്ല, ആ കറിയുടെ കൂടെ അതങ്ങോട്ട് മിക്സായി പൊക്കോളും. അപ്പോൾ ആ ചതച്ചൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാം കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് സെറ്റാക്കിയൊക്കെ എടുത്തു. അപ്പോൾ അരപ്പിൻ്റെ പാത്രമൊക്കെ എല്ലാം കഴുകി നല്ലോണം വെള്ളമൊക്കെ എല്ലാം ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മീനൊക്കെ എല്ലാം മുങ്ങിക്കിടക്കാനുള്ള രീതിയിൽ സെറ്റാക്കിയിട്ട് കറി അടപ്പത്തോട്ട് അങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ മീൻകറിയുടെ പരിപാടി കഴിഞ്ഞു. വേറെ പച്ചക്കറിയൊന്നും വെച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതെ, വെച്ചില്ല. കാരണം പച്ചക്കറി ഒന്നും വെക്കാനായിട്ട് കൂരിക്കറി തന്നെ മതിയായിരുന്നു. പിന്നെ വേറെ ഇറച്ചിക്കറിയുടെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഞാൻ കഴിച്ചിട്ട് ഇറച്ചിക്കറിയുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂരി മതിയല്ലോ. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എനിക്ക് കുറച്ച് തുണി അലക്കാനിടാനുണ്ടായിരുന്നു. അപ്പോൾ അലക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ആദ്യം ഇതിൻ്റെ ഇടയിലൊന്നും കാണുന്നില്ലേ. അതും അവിടെ അപ്പനുള്ളതുകൊണ്ട് അപ്പൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പുറത്തോട്ട് ഓടിക്കഴിഞ്ഞാൽ എൻ്റെ പുറകെ അവനും ഓടി വരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തുണിയെല്ലാം കൂടെ മെഷീനത്തിലോട്ട് ഇട്ടിട്ട് പിന്നെ അപ്പുറത്തോട്ട് പോയി അവനെ റെഡിയാക്കി എടുക്കാം. അവനെ കുളിപ്പിക്കാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തുണിയെല്ലാം കൂടി വാരി കൂട്ടി അങ്ങോട്ട് ഇട്ടു. ഒരുപാട് തുണിയൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് തുണിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടിട്ട് ഒരു ബനിയൻ എടുത്തപ്പോൾ ഈ ബനിയൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അലക്കിയല്ലേ ഉള്ളൂ, ഇത് ശരിക്കും അയാൾ ഇട്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ അതൊന്ന് എടുത്ത് നോക്കി. അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ഇട്ടിട്ടുണ്ടെന്ന് തോന്നണു. പിന്നെ അയാൾക്കാണെങ്കിൽ ആ ബനിയൻ അത് പുതിയതായിട്ട് വാങ്ങിച്ചതായി കഴിഞ്ഞെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ബനിയൻ ഞാൻ അലക്കി വെക്കുമ്പോൾ തന്നെ അയാൾ എടുത്തിടും. പിന്നെ ഞാൻ അലക്കും അപ്പം തന്നെ അയാൾ എടുത്തിടും. അത് അലക്കി വെക്കാൻ വേണ്ടി കാത്തിരിക്കണേ അയാൾ. ആ ബനിയൻ സ്ലീവ്ലെസ്സും കൂടി ആകുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടാണല്ലോ. ആ മെറ്റീരിയൽ അങ്ങനത്തെ ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ കുളിപ്പിച്ചു. അവൻ്റെ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് അവനെ റെഡിയാക്കി എടുത്തു. ഈ തേവാരം എന്ന് പറഞ്ഞാൽ ചീത്ത വാക്കൊന്നല്ലല്ലോ അല്ലേ, എനിക്കറിയില്ല. പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളൂ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് വന്നോ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞതാണ്. ഇനി അത് ചീത്ത വാക്കാണോ എന്ന് എനിക്കറിയില്ല. എന്നോട് ക്ഷമിക്കണം ഞാനങ്ങനെ പറഞ്ഞതിന്. ആണെങ്കിൽ അങ്ങനത്തെ അതൊരു ചീത്ത വാക്കാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അതൊരു കുളിയൊക്കെ കഴിഞ്ഞ് അവൻ ഒരു ഷർട്ടും പാൻറ്റൊക്കെ ഇടിയിച്ച്. അപ്പോൾ അവിടെ ഒരു കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങണതിന് മുമ്പ് ഒരു കുപ്പി എടുത്ത് വെക്കും, വെള്ളം എടുത്ത് കുടിക്കുക. കാരണം ചില നേരം കൊച്ചിടക്ക് കിടന്ന് കരയും, അല്ലെങ്കിൽ ചേട്ടയ്ക്ക് വെള്ളം വേണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വെള്ളം എടുത്ത് വെച്ച് വെക്കും. അപ്പോൾ അവൻ ആ വെള്ളം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അത് എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അവന് ഫുഡ് കൊടുത്തു, മീൻകറി കൂടി കൊടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനും കഴിച്ചു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്കിളും ആൻറ്റിയും ജോൺസണെങ്കിൽ ബീനാൻറ്റി കൂടെ വന്നു. അവരിവിടെ അടുത്ത് വന്നതാണ്. അപ്പോൾ അപ്പച്ചനൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോഴേക്കും ബീനാൻറ്റിയൊക്കെ ഇങ്ങോട്ട് അപ്പച്ചനൊക്കെ വന്നു വന്ന വീട്ടിൽ കയറിയിട്ട് വന്നു. അങ്ങനെ ബീനാൻറ്റിനെയൊക്കെ വിളിച്ചിട്ട് വന്നു. പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വിട്ടത്. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിപ്പിച്ചിട്ടാണ് വിട്ടത്. ആദൂനാണെങ്കിൽ അവർ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ആദൂന് ജോൺസൺ പപ്പ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. പിന്നെ ബീനാമാമ എന്നും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിന്ന് പുറത്ത് പോകണ്ടായിരുന്നു. പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോഴേക്കും
ഞാൻ വൈകുന്നേരത്തേക്കുള്ള കടി സുജി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കടി പരിപ്പ് വട, ഉഴുന്ന് വട, പിന്നെ ഒരു ബോൾ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. അതും ചമ്മന്തിയൊക്കെ കൂട്ടി വൈകുന്നേരത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്കിനി കുറച്ച് പണി കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് എക്സാമിൻ്റെ ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ചൊക്കെ പഠിക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മക്കളെ. വൈകുന്നേരത്തെ ആ വെയിലൊന്ന് മുഖത്തിനടിച്ചപ്പോൾ ഒരു വല്ലാത്തൊരു തിളക്കം പോലെ അല്ലേ. അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.